ഗൈസ് വെൽക്കം ബാക്ക് ടു KL ഗെയിം മാസ്റ്റർ. ചെറിയൊരു പണി കിട്ടി ഗൈസ്, ചെറുതായിട്ട് ഇൻട്രോ പറയുന്നതാണ്, അപ്പം തന്നെ ചാരാണ്. സോ ഗൈസ് വെൽക്കം ബാക്ക് ടു KL ഗെയിം മാസ്റ്റർ. സോ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിം മൈൻക്രാഫ്റ്റ് ആണ്. ആൻഡ് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു സീരീസാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ് പറഞ്ഞതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കയറി വന്നപ്പോൾ എൻ്റെ ചാവല് കണ്ടിരുന്നു. കാരണം ഞങ്ങൾ ഗ്രൂപ്പായിട്ട് കളിക്കുമ്പോൾ ഇവിടെ ഒരു മൈനിങ്ങിന് പോയതാണ്. അപ്പോൾ ചെറുതായിട്ട് ഞാനൊരു ഗുഹയിലായിരുന്നു. ആൻഡ് ഇതാ നമ്മുടെ ഒരു യൂട്യൂബർ ഫ്രണ്ടും ഉണ്ട്, പിന്നെ അവൻ്റെ ബ്രദർ വന്നിട്ടാണ് നമ്മൾ ഇന്നത്തെ മൈൻക്രാഫ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നെ അടിച്ചവൻ ദേ അവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. അവനിട്ട് പൂശം ഗൈസ്, അവനിട്ട് പൂശം. വെയിറ്റ് ഗൈസ്, എൻ്റെ സാധനങ്ങൾ അവിടെ ഉണ്ട്. ഓക്കെ, അവനെ കാണാനില്ലല്ലോ. അവിടെ ഉണ്ടാവോ? ഒരു മിനിറ്റ് ദേവന്. സോ ഗൈസ് നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോവാം. അവൻ വീടുണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരി. ആ വെള്ളത്തിൻ്റെ അടിയിൽ സോംബിയാ. വെള്ളത്തിൻ്റെ അടി സോംബി ചത്ത്. ഗൈസ് വെള്ളത്തിൻ്റെ അടി സോംബി വന്ന് നമ്മളെ തീർത്തിരിക്കുകയാണ്. ആ അതിഉഗ്രമായി ചത്ത്. നീ എവിടെയാ? ചത്ത് കഴിഞ്ഞാൽ എടുക്കട്ടെ. ഏയ് നീ അവിടെ വന്ന അപ്പോഴത്തേക്ക് എൻ്റെ കട്ട മാത്രം എനിക്ക് കിട്ടി. അതിൻ്റെ ടോർച്ച് അതന്നെ. എടാ ഈ പന്ന സോംബികളിനെ കൊണ്ട് തോറ്റല്ലോ. എടാ ഒരു കാര്യം പറയട്ടെ, സ്റ്റോൺ പിക്കാക്സ് ഉണ്ടോ? ഒരെണ്ണം ഡ്രോപ്പ് ചെയ്തേ. കോളുണ്ടോ? കോള് നെക്കി പിടിച്ചാലേ കുറച്ച് എനിക്ക് തരാൻ പറ്റും, കുറച്ചായിട്ട്. അതുപോലെ എനിക്ക് കുറച്ചാ. എവിടെ നീ എവിടെയാ? നീ സ്റ്റീവ് 2 ആണ് അത്ര കാണുള്ളൂ. ആ സ്റ്റീവ് 2 ചത്ത്. സ്റ്റീവ് 1 നീ എവിടെയാ? ആ വെള്ള ആ മുകളിലാണോ വീടുണ്ടാക്കണേ? മുകളിലാണോ വീട്? വെയിറ്റ് ചെയ്തേ. ടോർച്ച് എന്തിനാണ്? എൻ്റെ ഒരു സേഫ്റ്റിക്ക്. ഞാൻ ഒറ്റയ്ക്ക് എങ്ങടെയും പോകണമെങ്കിൽ പെട്ടാലോ. ഒറ്റയ്ക്കല്ല, ഒരു എത്തി. ഇതാണോടാ നിൻ്റെ വീട്? ആ വീടിൻ്റെ തൂണ് പണിയല്ലേ? കുറച്ചല്ല പിക്കാക്സ് ഡ്രോപ്പ് ചെയ്തേ. അടിച്ചതുകൊണ്ടില്ല അതിനെ. ഇതെന്താ സാധനം? ആർമഡിയിലോ സൗട്ടാ. പിക്കാക്സ് നീ എവിടെ ഡ്രോപ്പ് ചെയ്തേ? വലിച്ച് അല്ല, സ്റ്റോൺ പിക്കാക്സ്. ആ എന്നുവെച്ചാൽ പിക്കാക്സ് ഇട്. ഞാൻ പോയിട്ട് സ്റ്റോൺ ഇതാക്കാം. ഡ്രോപ്പ് ചെയ്. ആ അയ്യോ ഗുഹയാ? എൻ്റെ ടോർച്ചിലിടാ. ആ എന്നുവെച്ചാ വാ. ഏത് മറ്റേ ചത്ത ഗുഹയാണോ നീ ഉദ്ദേശിച്ചേ? നീ നിക്കണ ഗുഹ അവിടെയാണ് ഞാൻ ചത്ത് 2 വട്ടം. ഞാൻ വന്ന് ഇവിടേക്ക് വെള്ളത്തിൽ നിന്ന് സോംബി വരും. സോംബി വെള്ളത്തിലുണ്ടല്ലോ. ഞാൻ സ്റ്റോൺ എടുക്കട്ടെ. എൻ്റെ സ്റ്റോൺ പിക്കേക്സ് പോയില്ലേ? അയ്യം കിട്ടിയാൽ അത് എടുക്കണം. എടാ സ്റ്റീവ് 1 നീ ഇങ്ങടെ പോണേ. നീ തന്നെ കുഴിച്ച് ഇപ്പുറത്ത് കിടന്ന. ഒന്നും കാണാ. കുറച്ച് മുമ്പ് കുറെ അടി കിട്ടിയത് നിനക്കല്ലടാ. കുറച്ച് മുമ്പ് കുറെ അടി കിട്ടിയത് ഇവനാണ്. ഓ ശരി. ഞാൻ ഇവിടെ സ്റ്റോൺ പിക്കാക്സ് സ്റ്റിക്ക് ഉണ്ടാക്കണ്ടേ? സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്യട്ടെ.
എന്നിട്ട് നമുക്ക് സ്റ്റോൺ പിക്കാക്സ് കൊണ്ട് ഒരു പരിപാടി ഉണ്ട്. സ്റ്റോൺ പിക്കാക്സ് പിന്നെ ഒരു സ്വാഡും വേണമെന്നും. സ്വാഡും കിട്ടിയിട്ടുണ്ട്. സോ നൈസായിട്ട് സ്വാഡും എടുക്കാം. ഈ സ്വാഡ് പോവാം, ആ സ്വാഡ് പോവാം. ഓക്കെ സെറ്റ്. എൻ്റെ ചെറിയ മൈൻ എന്ന് പറഞ്ഞാൽ വലിയ മൈനാണ് ഗൈസ്. അതേ പോണു. ടോർച്ച് വെച്ച് പോടാ. നിനക്ക് വേണ്ടി ഞാൻ ടോർച്ച് വെക്കേണ്ടി വരും. നന്നാ എടാ കുഴിച്ചു പോടാ. നിന്നോട് ആരാ വരാൻ പറഞ്ഞു? എടാ ടോർച്ച് എന്തിനു പൊട്ടിച്ചു പന്നി? ആരോടാ? എടാ നീ താഴത്തേക്ക് കുഴിച്ചു പോണില്ലേ ഇപ്പൊ? എന്നുവെച്ചാ നീ കുഴിച്ചോ? താഴത്ത് കുഴിച്ചു പോയാലേ കാര്യമുള്ളൂ. എടാ അങ്ങനെയല്ല, താഴത്താണ്. നീ കണ്ടില്ല നേരത്തെ റെഡ് സ്റ്റോൺ അതിനൊക്കെ കിട്ടിയത്? ആ അല്ലാണ്ട് എടാ പിന്നെ ഇങ്ങനെയാണ് നമ്മളന്ന് കണ്ടുപിടിച്ചേ. ആ എടാ താഴത്തെ സ്പോണേ ഉള്ളൂ. നീ താഴത്തേക്ക് കുഴിച്ചു പോ, ധൈര്യമായിട്ടിരിക്കി. ഇപ്പോഴേ കേവിന് പിടിച്ച പിന്നെ നീ എങ്ങനെയാണ് മൈൻക്രാഫ്റ്റ് ബീറ്റ് ചെയ്യുക? എന്നിട്ടാണല്ലോ 10-16 കോളും ടോർച്ചൊക്കെ ഇരിക്കണേ. ഒരു വട്ടം ഇവിടെ വീഡിയോ തുടങ്ങിയപ്പോൾ എന്നെ ചത്തിട്ട് എന്നിട്ടൊന്നുമില്ല. ഒരു കോളില്ലേ? ഇതെന്തിനാണ് 2 ക്രാഫ്റ്റിംഗ് ടേബിൾ അടുപ്പിച്ച് വെച്ചേ? വീട് പണി എന്തായി? എവിടെ എടാ വീട് പണി എന്താടാ? വീട് ബാക്കി പണിയാ. നീ ഇങ്ങടെ കോളെന്ന് പറഞ്ഞിട്ട് ചാടിയേ? അതിൻ്റെ അടിക്കാ. എടാ കോള് ചെറുതായിട്ട് ഞാൻ വിചാരിച്ചു നീ ഇങ്ങനെയാടാ കറക്റ്റ് ഇത് കണ്ടേ. എടാ ഞാൻ മുറിച്ച കോള് നീ അപ്പൂസ് കറക്റ്റ് ഞാൻ കുഴിക്കണ സമയത്ത് തന്നെ ചാടി. അപ്പൂസ് എന്ന് പറയുന്നത് സ്റ്റീവ് 2 കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. അത് കോള് 5 പിന്നെ വരെ നമുക്ക് മൈൻക്രാഫ്റ്റ് ഒരുമിച്ച് കളിച്ച് ബീറ്റ് ചെയ്യണമെന്നുണ്ട്. എടാ നീ കാരണം എനിക്കൊന്നും കാണാനില്ല. എടാ ക്രീപ്പർ പോണ്ട. അയ്യോ തുറന്ന തന്നെ ക്രീപ്പറിന്റെ മുമ്പിൽ. നീ എന്താ ചെയ്യണേ? സൈഡിക്ക് വിളിച്ചോ? എടാ താഴ്ത്തി പോയാലും കാര്യമുള്ളൂ കേട്ടോ. പക്ഷെ ഇവിടെ അല്ല, ഇവിടെ ഒക്കെ നമുക്ക് അങ്ങോട്ട് കുറച്ച് നീങ്ങിയിട്ട് താഴ്ത്തി കുഴിച്ചു പോവാം. സ്റ്റീവ് 2 കോൾ എടുത്ത് എൻ്റെ അമ്മയെ. ഇല്ലേ ഇയാൾ ഇവിടെ എവിടെയൊന്ന് ടോർച്ച് വെക്കോ? ഒന്നും കാണാനും ഇല്ല. നീ എന്താ എടാ സ്റ്റെപ്പ് ഉണ്ടാക്കി കുഴിച്ചോടാ, അതാകുമ്പോ ഗുഹ വരുമ്പോ കാണാലോ. എൻ്റെ മുമ്പേ തന്നെ ഞാൻ കുഴിക്കാൻ മതി. പ്ലീസ് മൂവ്. ആരടിച്ചേ? എവിടെ കോള്? നീ ടെസ്റ്റ് വേണം. ഞാൻ കൊടുത്ത് മുങ്ങാൻ പോവാൻ ടെസ്റ്റ്. ഇതെവിടെ ഇഷ്ടംപോലെ കോളുണ്ട്, എടുത്തോ. അടി കിട്ടിയില്ലേ? എടാ ഞാൻ കോള് കുഴിക്കണോടെ തന്നെ നീ കുഴിക്കില്ലേ? ഇങ്ങോട്ട് നീങ്ങിട്ട് കുഴിക്കും. ഞാൻ അവൻ്റെ അടുത്തേ ഇല്ല. ഇനി ഞാൻ വേറെ എവിടെ പോയി കോള് കുഴിക്കാം. നീ എൻ്റെ അടുത്തുള്ള പക്ഷെ ഇവിടെ വലിയ കുറെ കോളുണ്ടല്ലോ. ഇപ്പൊ അവന് കിട്ടിയിട്ടുണ്ടാവില്ലോ. കുറെ കിട്ടിയിട്ടുണ്ടാവില്ലോ. എടാ അവൻ്റെ ഉണ്ടോ? അവൻ്റെ ചെസ്റ്റിലാന്ന് മാത്രമേ ഉള്ളൂ, അവന് കാണാൻ പറ്റില്ലേ? നിനക്ക് എന്താ വേണ്ടേന്ന് പറ. അയ്യേ
എടാ ഒരു കുറച്ച് കോള് വന്ന് കുറച്ച് കോള് വാ നോക്കട്ടെ. എനിക്ക് 25 എണ്ണേ ഉള്ളൂ. എടാ കുറച്ച് കോൾ ഡ്രോപ്പ് ചെയ്യടാ. എന്താടാ ഇങ്ങനെ? ആരടിച്ചേ? ഞാനാ? എടാ എന്താ ഇങ്ങനെ നുണ പറയണേ? നമ്മളൊക്കെ എന്നെ അടിക്കോ? എടാ എടാ നിന്റെ ലൂട്ട് ഇപ്പൊ എടുക്കണോ? വേണ്ടല്ലേ? അപ്പൊ എടുക്കല്ലേ? അതെടുക്കല്ലേ? അത് അവന്റെ ഡ്രോപ്പാ. ഞാനല്ല, അപ്പൂസ അതിന്റെ തൊട്ടടുത്തേക്കണേ. നീ എവിടെയാ? നീ അങ്ങ് ആ എടാ നേരെ കുഴിച്ചോ അടിക്ക്. ഞങ്ങളുടെ പേര് എഴുതി കാണിക്കണ നേരെ അടിക്കുക. കോഡൊന്നുമില്ലാന്നാ? ആ കോട ഉള്ളൂ. വന്നാ വന്നല്ലോ വനമാല. എനിക്കൊന്നും കാണാനില്ല. നിന്റെ ലൂട്ട് ഞങ്ങളിവിടെ ഭദ്രമായിട്ട് ഞങ്ങള് സുരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പേര് എഴുതി കാണിക്കാൻ നോക്കണം മുകളിൽ. എനിക്ക് ബ്ലോക്കാ? ഞാൻ മോളിക്ക് വിളിച്ചുതരാം. അതായിരിക്കുന്നുണ്ട്. നീ എന്ത് ഉദ്ദേശിക്കണം? എനിക്ക് മനസ്സിലാവില്ല. ഇത് അങ്ങനെ പറ. എന്നെ കാണാണ്ടോ നോക്കിയേ? നീ ചാടിയേ? ആ അതെ അത്രേ ഉള്ളൂ. ഇനി ഒരു അടിക്കുള്ളൂ. നീ മാർക്ക്. ദേടാ കുഴിയില് കണ്ണും കള്ളവന്. നീ കോളും കൊണ്ടാണ് ചത്തേ? എൻ്റെ നോക്കട്ടെ. എൻ്റെ 64 കോളുള്ളൂ. കുറച്ച് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം ഗൈസ്. പാവല്ലേ 34. വെയിറ്റ് കുറച്ച് പണി. കുറച്ച് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. കിട്ടിയാ? പെട്ടെന്ന് എടുക്ക്. ഓക്കെ ഗൈസ്, ഇവരിത് അടിക്ക് വേണ്ടി നമുക്ക് അടിക്ക് ചാടാം. അമ്മേ എന്നെ ഹലോ ആരാ അടിക്കലേ? എടാ 2 ആർട്ടുള്ള അടിക്കലേ? ദൈവീതാരും അടിക്കല്ലേ? അവ അറിയാണ്ട് അടിക്കണടാ. ഷെമി ഞാൻ പോലും നിന്നെ അറിയാണ്ട കൊന്ന്. കാര്യമായിട്ട് അറിയണ്ട വന്ന്. അതന്നെ. പക്ഷെ എൻ്റെ വീഡിയോ കുറച്ച് ഷോർട്ട് ഔട്ടാ. എടാ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചാ? വെച്ചു. ഇനി കുറച്ച് പരിപാടി ഉണ്ട്. ഇതൊക്കെ ഫർണസ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കിയേ? പറ്റും. ഫർണസ് ഉണ്ട്. ഫർണസ് ക്രാഫ്റ്റ് ഒരെണ്ണം ഉണ്ടാക്കി. എടാ ഞാൻ ആർക്കൊക്കെ ഫുഡ് വേണോ? എടാ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്താ? എടാ ഫുഡ് വേവിക്കണടാ മണ്ട. ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടേക്ക്. അല്ല വേണ്ട. എൻ്റെ ഒരു ഫർണസ് ഉണ്ടായിരുന്നു. വേണ്ട. ആരാ വലിച്ച? ഓക്കെ നമുക്ക് ഫുഡ് ഇവിടെ വേവിക്കാടാ. ഇനി ഞാൻ ഇപ്പം ഇവരുടെ അടി ഇട്ടിട്ട് ചത്തു. എന്താ എൻ്റെ ഒരു ഫുഡൊന്നും ഇല്ലേ? വലിച്ച് എൻ്റെ ഒരു ഫുഡൊന്നുമില്ല. കുറച്ച് കോൾട്ട് വേവിക്കട്ടെ. ഫർണസിൽ കൊണ്ടിട്. സോ ഗൈസ് നമ്മളങ്ങനെ ഇതാ ഇവിടെ ഫർണസിൽ ഫുഡ് കുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേവ് ഇത് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ ഫുഡ് വെച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് കഴിയണം കിട്ടിയാടാ. നീ എവിടെയാടാ? എടാ കള്ളാ, നീ കുഴിച്ചു പോയില്ലേ നൈസായിട്ട്? അപ്പു അവൻ പോയി. ആരാടാ അടിച്ചേ? ഈ പൊന്നൂസിന് അടി കൂടുതലല്ലേ? നീ കുറച്ചായി ഞങ്ങൾക്ക് കൂടി. നീ എന്തിനാ അവനെ അടിച്ചത്?
ഞാൻ എൻ്റെ അടുത്ത് പോലും ഇല്ല. ഞാൻ എൻ്റെ അടുത്ത് പോലും അത് ചെറുതായിട്ട് അടുത്തോളൂ, ചെറുതായിട്ട്. പ്രൊഫഷണൽ ഗൈസ്, നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഈ സമയം നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഞം 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 ഫുഡാ ആ ഫർണസിലുണ്ട്. അയ്യോ, ഫർണസ് ഇപ്പോൾ പൊട്ടിച്ചെടുത്താണ്. എടാ ഫുഡ് ഒരു വട്ടം തിന്നാൻ പറ്റുള്ളൂ, അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. സോ ഗൈസ്, നമ്മുടെ മൈനിങ് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. സോ ഇതുവരെ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ പാർട്ട് വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. സോ അത്രയുള്ളൂ ഗൈസ്, ബൈ.